ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അരിച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനൊരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ബട്ടർ മിൽക്കിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ ഇതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മാത്രം മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലോറും ബട്ടർ മിൽക്കും കൂടി ഇങ്ങനെ ഇടയ്ക്കിടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോറൊക്കെ നന്നായി മിക്സായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാം. 45 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് 45 മിനിറ്റിന് ശേഷം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്യാം. ഞാനിവിടെ 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ നിന്ന് പകുതി ക്രീം എടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്രീം ചീസ് ചേർത്ത ക്രീമാണ്. ഇനി ഐസിങ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ മിഡിലായി കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നന്നായി ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി നനയുന്ന വിധത്തിൽ വേണം നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ക്രീം ചീസ് ചേർത്ത ക്രീം വെച്ച് കൊടുക്കാം. ക്രീം ചീസ് ചേർത്ത ക്രീം കേക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്.
ഇതുപോലെ സെക്കൻഡ് ലെയർ നമുക്ക് ഫില്ല് ചെയ്യാം. ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡ് ചെയ്യാം. ഇനി ക്രീം വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ പുറം ഭാഗമാണ് ഐസിങ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മേലെ നേരത്തെ മാറ്റി വെച്ച ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ സൈഡിലൊക്കെ നന്നായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഐസിങ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള ക്രീമും കൂടി ഇതിന്റെ മേലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കേക്കിന്റെ ഐസിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ റെഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. കുറച്ച് റെഡ് കളർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായി ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.